ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ തൃശൂർ കുന്നംകുളം അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 20ഓളം വീടുകളിൽ കനത്ത മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ്. പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റുകൾ വീണു. വടക്കാഞ്ചേരിയിൽ ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ വീടും മഴയിൽ തകർന്നിരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് അനൽക സെയ്ദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനൽക, നിലവിലെ തൃശൂരിലെ മഴ സാഹചര്യം ഏതെല്ലാം വിധത്തിലാണ്? എത്രത്തോളം നാശം വിധിച്ചിട്ടുണ്ട് ഇതുവരെ പെയ്തിട്ടുള്ള മഴ? കാറ്റുണ്ടോ അവിടെ? ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഴ ഇടവിട്ട സമയങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇടവിട്ട സമയങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള കാറ്റും ഇവിടെ അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളായിട്ടുള്ള പീച്ചി, അതോടൊപ്പം ആതിരപ്പള്ളി ഭാഗങ്ങളിലൊക്കെ തന്നെ ചിമ്മിനി ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, ഒറ്റപ്പെട്ട നാശനഷ്ടങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കുന്നംകുളത്താണ് ഇത്തരത്തിൽ ഈ മണ്ണിടിഞ്ഞുകൊണ്ട് വീടുകൾക്കൊക്കെ ഒരു കേടുപാടുകൾ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 20ഓളം വീടുകൾക്കാണ് ഇത്തരത്തിൽ ഈ കുന്നിടിഞ്ഞതുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. 20 അടിയോളം അതായത് നീളത്തിലുള്ള ഈ മണ്ണാണ് ഈ വീടിൻ്റെ സമീപത്തേക്ക് അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർ നഗരമേഖലയിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ മാത്രമാണ് രൂപപ്പെടുന്നത്. അത് അങ്ങനെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഈ നഗരത്തിൽ എവിടെയും രൂപപ്പെട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചയോട് 3 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിൽ മണൽ വാരുന്നതിനിടയിൽ 2 പേരെ, അതായത് ശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റുമുണ്ടായ സമയത്ത് മണൽ മാറുന്നതിനിടയിൽ 2 പേരെ കൊടുങ്ങല്ലൂരിന് സമീപം കാഞ്ഞിരപ്പുഴയ്ക്ക് സമീപം കാണാതായിട്ടുണ്ട് എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വഞ്ചിയിലുണ്ടായിരുന്ന 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ കരയ്ക്ക് നീന്തി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാറ്റിലും മഴയിലും ഈ വാക്കാഞ്ചേരിയിലുള്ള ഒരു വീടും ഇത്തരത്തിൽ തകരുന്നൊരവസ്ഥയുണ്ട്. ഓടി മേഞ്ഞിട്ടുള്ള ഒരു വീടാണ് ഇത്തരത്തിൽ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് വാക്കാഞ്ചേരി കൃഷ്ണൻകുട്ടിയുടെ വീടാണ് ഇത്തരത്തിൽ തകരുന്നത്. വീട്ടിൽ ആ സമയത്ത് പുലർച്ചയോട് കൂടിയിട്ടാണ് ശക്തമായ മഴയിലും കാറ്റിലുമാണ് വീട് തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ ആ സമയത്ത് ഭാര്യയും അതോടൊപ്പം തന്നെ മകനുമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പരിക്കുകൾ ഏൽക്കാതെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അതായത് വീട് തകരുന്ന ശബ്ദം കേട്ടുകൊണ്ട് സമീപത്തുണ്ടായിരുന്ന അയൽവാസികൾ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത്. മറ്റ് പരിക്കുകളൊന്നും ഇവർക്കില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ തൃശ്ശൂർ കുന്നംകുളം മാർക്കറ്റിന് സമീപം ചെറിയ രീതിയിൽ അവിടെയുള്ള മാർക്കറ്റ് സമീപം മേൽക്കൂര താഴേക്ക് പതിച്ചു. അതിൽ മറ്റ് പരിക്കുകളും കാര്യങ്ങളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ തൃശ്ശൂർ കോർപ്പറേഷന് സമീപം ഇത്തരത്തിൽ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റുമുണ്ടായ സമയത്ത് ഈ ഇരുമ്പ് മേൽക്കൂര താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. അതിൽ പരിക്കുകളൊന്നുമില്ല, ആളപായമൊന്നുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വീടിന് സമീപം കുന്നിടിയും അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള പരിക്കുകളൊന്നും തൃശ്ശൂർ നഗരത്തിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മഴ ഇടവിട്ടിട്ടാണ് മഴ പെയ്യുന്നത്. അവിടെ മഴ ഇടവിട്ട് പെയ്യുന്നു എന്നുള്ളതാണ് സാഹചര്യം. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.